അക്കരെ നിന്നൊരു മാരൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ മണിയമ്പിള്ള രാജുവിന് അത്യാവശ്യമായി മദ്രാസ് വരെ പോകേണ്ടി വന്നു. ട്രെയിൻ വൈകുമെന്ന കാരണത്താൽ ലൊക്കേഷനിൽ നിന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ വിശന്ന് തളർന്നായിരുന്നു പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന മദ്രാസ് മെയിലിൽ കയറിപ്പറ്റിയത്. ട്രെയിൻ പിന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും ചായ അല്ലാതെ മറ്റു ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഇനി കോട്ടയത്ത് ചെന്നാൽ ഭക്ഷണം കിട്ടുമെന്ന് തൊട്ടടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു. അപ്പോഴാണ് സുമുഖനായ നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരൻ രാജുവിനടുത്ത് വന്ന് ചോദിക്കുന്നത്. രാജുചേട്ടനല്ലേ? എന്റെ പേര് സുരേഷ് ഗോപി. എനിക്ക് അഭിനയിക്കാൻ വലിയ താല്പര്യമാണ്. ടി ബാലഗോപാലനമ്മയുടെ സെറ്റിൽ ഞാൻ ചാൻസ് ചോദിച്ചു വന്നിരുന്നു. അന്ന് ചേട്ടനെ അവിടെ കണ്ടിരുന്നു, പക്ഷെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ മദ്രാസിന് പോവുകയാണ്. ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രയാസമുണ്ടോ? കേട്ടതും മണിയമ്പിള്ള രാജുവിന്റെ മറുപടി ഉടൻ വന്നു. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു തൊന്തരവാണ്. രാജു അത് പറയലും സുരേഷ് ഗോപി തന്റെ ബാഗിൽ നിന്ന് ഒരു പൊതിയെടുത്ത് രാജുവിന് നേരെ നീട്ടി പറഞ്ഞു. രാത്രി കഴിക്കാൻ അമ്മ തന്നയച്ചതാണ്. ഇപ്പോൾ ചേട്ടൻ കഴിക്കേ. രാത്രി നമുക്ക് പുറത്തുനിന്ന് വല്ലതും വാങ്ങാം. മണിയമ്പിള്ള രാജു സ്വർഗം കിട്ടിയ പോലെ ആ പൊതി വാങ്ങി തുറന്നു. ചപ്പാത്തിയും ആടിന്റെ ബ്രെയിൻ ഫ്രൈയുമാണ്. ആർത്തിയോടെ മണിയമ്പിള്ള രാജു കഴിക്കുന്നത് മനസ്സ് നിറച്ചുകൊണ്ട് സുരേഷ് ഗോപി നോക്കി നിന്നു.